വളരെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല, പലരും തന്നെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അതേസമയം തന്നെ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി കണ്ടന്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണോ ഇത് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ? ഇപ്പോൾ CJP സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുക, അച്ഛൻ എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തെ? നീറ്റ് എക്സാം എഴുതുന്ന നമ്മുടെ പിള്ളേരെ ഒന്നും അച്ഛൻ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഒത്തിരിയേറെ കമന്റ്സ് ഒക്കെ വന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞും ചിലരൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കണ്ടു. പക്ഷേ എൻ്റെ ഒരു ഉദ്ദേശം നിങ്ങൾ ഇതിനോട് അകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ CJP തന്നെ എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പോൾ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വർഷങ്ങൾ കാത്തിരുന്ന് പഠിച്ച ഒത്തിരിയേറെ കുട്ടികളുണ്ട്. അവരുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആ എക്സാം നടക്കുന്ന സമയത്തൊക്കെ നടന്ന ക്രൂരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു 2 മിനിറ്റ് ലേറ്റായി എന്നും പറഞ്ഞ് ഒരു വർഷത്തോളം പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിയെ പരീക്ഷ എഴുതാതിരിക്കുമ്പോൾ ആ കുട്ടിയുടെ അപ്പൻ മറ്റുള്ളവരുടെ ഉദ്യോഗസ്ഥരുടെ കാല് പിടിച്ച് കരയുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ചോദ്യപേപ്പർ തന്നെ ചോർന്നു പോവുക എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിനെതിരെ ഒരു കൂട്ടം യുവാക്കള് ഒരുമിച്ച് നിന്നപ്പോൾ അത് എത്ര നാൾ നിങ്ങൾ ഒന്ന് കാണട്ടെ എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ അധികാരികളെല്ലാം കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഒരുമിച്ച് നിന്നാൽ ഒരു കാര്യത്തിന് വേണ്ടി പോരാടി കഴിഞ്ഞാൽ മടുപ്പാണെങ്കിൽ ഇപ്പൊ പെർസീവറൻസ് ഇൻ പ്രയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? ആ വിധവ തന്റെ മകന് നീതി കിട്ടണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിധവ ന്യായാധിപന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന ആ ഒരു കാര്യം ഇത് തന്നെയാണ്, പെർസീവറൻസ്. അത് തന്നെയാണ് ഈ കുട്ടികളും കാണിച്ച. ഈ യുവാക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായും ഒത്തിരിയേറെ സങ്കടമുണ്ട്. കാരണം സിനിമാ താരങ്ങളും നമ്മൾ അറിയപ്പെടുന്ന ഒത്തിരിയേറെ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓരോ വീഡിയോസ് ഇടുമ്പോൾ എനിക്കും ഇത് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അൺഫോർച്ചുനേറ്റ്ലി എനിക്കും അതുപോലെ തന്നെ എൻ്റെ എഡിറ്ററിനും സമയം കിട്ടിയില്ല ഒരുമിച്ച് കണ്ടുകൂട്ടാനുള്ളൊരു സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇടാൻ പറ്റാതെ പോയത്. പക്ഷേ നമുക്കറിയാം ഇത് വളരെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. അവർ ആഗ്രഹിച്ച ഒരു വിജയം നേടുവാൻ അവർക്ക് സാധിച്ചു. തീർച്ചയായും പ്രിയമുള്ള യുവാക്കളെ, നിങ്ങൾ തന്നെയാണ് ഈ നാടിൻ്റെ കരുത്തും മുന്നേറാനുള്ള ശക്തിയും എന്ന് പറയുന്നത്. നിങ്ങളില്ലെങ്കിൽ ഈ നാടില്ല. അതുകൊണ്ട് അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ CJP തന്നെ ആവണമെന്നില്ല, ഏത് യുവാക്കളാണെങ്കിലും ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിജയം നേടുവാൻ നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഒരു കോക്രോച്ച് പാർട്ടി വന്നിരിക്കുന്ന രീതിയിൽ പുച്ഛിച്ച് തള്ളിയവരുടെ മുമ്പിൽ ഞങ്ങൾക്കും കയറാൻ സാധിക്കുമെന്ന് കാണിച്ച ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ അവിടെ കണ്ടത് അല്ലേ? അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും കർത്താവിലൂടെ കടന്നു വരുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഈ ക്രിസ്ത്യാനികളുടെ സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടായി മാറിയത്. ഒരു വ്യക്തി കടന്നു വന്നു, അതിനെ ആകർഷിച്ച് 12 ശിഷ്യന്മാർ വന്നു. ആ ശിഷ്യന്മാരിലൂടെ ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെയുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അന്നത്തെ കാലത്ത് ദൈവജനും പരിസേരും എല്ലാം ആ ഇസ്രായേൽ ജനതയെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവരെ മറ്റൊരു തരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും ആ ജനങ്ങളുടെ പാവത്തിന് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അതുപോലെ ഒരു മുന്നേറ്റം നമുക്ക് ഇന്നും CJP എന്ന പാർട്ടിയിലൂടെ കാണുവാൻ സാധിച്ചു. ഞാൻ അവരെ കൂടുതലായിട്ട് അനുകൂലിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ യുവാക്കളുടെ ചോരത്തിളപ്പ് തന്നെയാണ് ഞാൻ എടുത്തു കാണിക്കുന്നത്. അവരുടെ ദൃഢനിശ്ചയം അല്ലേ? എത്ര നിരാഹാരം കിടന്നാലും ഇവര് അധികാരികൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തണമെന്ന ആഗ്രഹം അവരെ മുന്നോട്ട് നയിച്ചു. അതുകൊണ്ട് ഒരു വാക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ് എന്നറിയാം. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഇത്ര നേരം സംസാരിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഫ്ലഡ് അഫക്റ്റ് ചെയ്ത നമ്മുടെ സഹോദരങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കോട്ടയം ജില്ലയിൽ, പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ജില്ലയിൽ തന്നെ ഫ്ലഡ് ഒത്തിരിയേറെ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഫ്ലഡ് നടക്കുമ്പോൾ എന്നെ ആകർഷിച്ച ഒരു സംഭവം, അത് ഒരു അനന്യ സംസ്ഥാനക്കാരൻ, ഒരു അതിഥി തൊഴിലാളി എന്നൊക്കെ നമ്മൾ വിളിക്കാവുന്ന ഒരു വ്യക്തിയാണ് ആദ്യം തന്നെ ഈ വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകുക. പുല്ലരക്കുന്നം അമ്പലത്തിന്റെ ഇങ്ങോട്ട് നേരെ വരുമ്പം കുറെ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിലെ നേരെ ചെല്ലാൻ വേണ്ടിയ ചുങ്കം പരീശ്ശേരി. പക്ഷെ ഞാൻ ഇന്നലെ ആ സൈഡിൽ ഇട്ടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് കുറെ വണ്ടി വന്നിട്ട് വീണ്ടും തിരിച്ചു പോവാ. കാര്യം അവർക്ക് അറിയത്തില്ല കാര്യങ്ങൾ. കുമാർനല്ലൂരിന് ചുങ്കം പോന്ന് വരി വെള്ളമാണ്, പോകാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് മൊത്തം അടച്ചിരിക്കുക, നോക്കിക്കോ. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യൂ. എല്ലാവർക്കും അറിയാൻ വേണ്ടിയ കാര്യം കുറെ ആൾക്കാർ ഇങ്ങോട്ട് ഈ വരിയാണ്
തൻ്റെ വ്ളോഗിലൂടെ ആ വ്യക്തി ഇന്ന് ഇങ്ങോട്ട് പോകരുത്, ഇവിടെ വെള്ളമുണ്ട്, ഈ വെള്ളം കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് പോകാനൊക്കെ താല്പര്യം കാണും, പക്ഷെ അവിടെ ഒത്തിരി വെള്ളമുണ്ട് എന്ന് നമ്മളേക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ നമ്മൾ ഇത്രയും കാലം അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് അവരെന്ന് ഓർക്കുക. പക്ഷേ ഓർക്കുക, അവർ പോലും നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ ഇന്ന് കാണുന്ന രസകരമായ സംഭവം, ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എതിർ പാർട്ടിക്കാർ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക. അയ്യോ 2018 ഞങ്ങൾ പ്രളയ സമയത്ത് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇതെന്തെങ്കിലും ആണോ? പ്രിയ സഹോദരങ്ങൾ, നമുക്ക് മനസ്സിലാക്കുക, ജസ്റ്റ് പ്രളയം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. തുടക്കത്തിലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കി ആ ഒരു സഹായ മനസ്കത ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ സഹോദരങ്ങളെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതി ചെറിയ തോതിലെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ബൈബിളിലും വലിയൊരു പ്രളയം കാണുന്നുണ്ട്. ആ പ്രളയം വരുമ്പോൾ നോഹ പെട്ടകം പണിയുന്ന സമയത്ത് ആളുകൾ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. പക്ഷേ ആ വലിയൊരു പ്രളയം വന്നപ്പോൾ എന്ത് നാശമാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. പക്ഷെ അതേപോലത്തെ ഒരു അവസ്ഥയല്ല നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും നമ്മളെല്ലാവരും ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരുമയോടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു വീഡിയോ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു വീടിൻ്റെ സൈഡിലൂടെ വെള്ളം കുതിച്ച് പായുകയാണ്. അപ്പോൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ ആ വീട് തന്നെ തകരുമെന്നായപ്പോൾ ആ നാട്ടിലെ ജനങ്ങളെല്ലാം ചാക്കെടുത്ത് കൊണ്ടുവന്നു. ആ ചാക്കിൽ മണ്ണ് നിറച്ചു അവരൊരു വേലി കെട്ടി, ഒരു മണൽ ചാക്കുകൾ കൊണ്ടുള്ള വേലി, ആ വീടിനെ സംരക്ഷിക്കുവാൻ വേണ്ടി. ഇതൊക്കെ എല്ലാ മതത്തിലും പെട്ടവർ ഒരുമിച്ച് ചേർന്ന് ചെയ്ത ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു സമയമാണ്, ആരെയും വിമർശിക്കാനുള്ളൊരു സമയമല്ല, മറിച്ച് പരസ്പരം കൈകോർത്ത് പിടിക്കാൻ. ആ 2018 പ്രളയം പോലും നമ്മൾ മറികടന്നിട്ടുണ്ടെങ്കിൽ ഇതിനെയും നിസ്സാരമായിട്ട് നമുക്ക് മറികടക്കാൻ സാധിക്കും. അതിന് നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സർക്കാരുകൾ ഏതും ആയിക്കോട്ടെ, മാറി മാറി വരുന്ന സർക്കാരാണ് നമുക്കുള്ളത്. ഇത്രയും കാലവും അങ്ങനെ തന്നെയാണ് താനും. അതുകൊണ്ട് സർക്കാരുകളെ കുറ്റം പറയുകയല്ല, മറിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന്, ഇവിടെ സർക്കാരിൻ്റെ ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിയെല്ലാം മറന്ന് ഒന്ന് ചേർന്ന് ഒരുമയോടെ നമ്മുടെ സഹോദരനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഒരു അർത്ഥത്തിലും മറ്റുള്ളവരെ പുച്ഛിക്കാനോ മറ്റുള്ളവർ ചെയ്ത പ്രവർത്തനം താഴ്ത്തിക്കെട്ടാനോ അല്ല, മറിച്ച് നമ്മുടെ സഹോദരങ്ങളാണ് ഈ വേദനയിലൂടെ കടന്നു പോകുന്നത്, നമ്മുടെ സഹോദരനാണ് ഈ പ്രളയത്തിലായിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ നമുക്ക് ഒരുമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. എങ്കിലാണ് നമ്മൾ ആയിരിക്കുന്ന ഈ ക്രിസ്ത്യാനി എന്ന പദം അത് മറ്റുള്ളവരെ ഉയർത്തി കാണിക്കാൻ സാധിക്കുക. അത് ഇവിടെ നമ്മുടെ മതത്തെ എടുത്ത് കാണിക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്, മറിച്ച് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന മനസ്സായിരിക്കണം. ക്രിസ്തുവിനെ അനുകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ഒരു രീതിയിലാണ്. ഞാനൊരു വൈദികൻ എന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കും, തീർച്ചയായും ക്രിസ്തുവിനെയാണ് എനിക്ക് എൻ്റെ ഉയർത്തി കാണിക്കുവാൻ സാധിക്കുക. അപ്പോൾ ആ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അവരെല്ലാം ചേർത്ത് പിടിക്കുമ്പോൾ അവരും അറിയട്ടെ നമ്മൾ അനുഭവിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹം. അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ പരിശ്രമമായി ഈ വീഡിയോ കാണുക. അതിൻ്റെ തമ്മിൽ തല്ലെല്ലാം മാറ്റിവെച്ച് നമുക്ക് ഒരുമയോടെ മുന്നേറാം, ഒരുമയോടെ ഈ പ്രളയത്തെയും കരകയറാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. അതിന് വേണ്ട എല്ലാ ശക്തിയും നല്ലവനായ തമ്പുരാൻ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ.